ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കി പരിപാടി ഞാൻ ചോറിന് അരി അടുപ്പത്തിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ പോണത്. അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ ആവും. കറി വയ്ക്കണം. സോയാബീൻ വറക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. ബൈ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഈവനിങ് പ്രത്യേകിച്ച് എനിക്ക് ഈവനിങ് വീഡിയോ എടുക്കാനുള്ള കണ്ടൻറ്റൊന്നുമില്ല. എനിക്കും കുളിക്കും പിന്നെ അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞു എൻ്റെ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതൊക്കെ ഞാൻ എല്ലാ ഈവനിങ് വ്ളോഗിൽ കാണിക്കണ പോലെ തുണികൾ മടക്കൽ, തിരുമ്പൽ, അടിച്ചു വാരൽ, തുടക്കൽ, അതൊക്കെ തന്നെ. പ്രത്യേകിച്ച് എനിക്ക് ഈവനിങ് റൂട്ടീൽ പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സോയാബീൻ വറക്കണം. ഏട്ടൻ മോരുകറി വെക്കാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ മേടിക്കും. അതൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ ഈവനിങ് വ്ളോഗ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കാം കേട്ടോ. പിന്നെ ഏട്ടനൊക്കെ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് ഉപ്പും മുളകൊക്കെ തിരുമ്പി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് വറക്കും. അത് നന്നായി എണ്ണയിൽ മുരിച്ച് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ വറുത്തത് കഴിക്കുന്ന പോലെ അത് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ചോറായിക്കഴിഞ്ഞാൽ ചോറ് വറക്കണം. ഏട്ടൻ മോരുകറി വെക്കാനായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പണി വരുമ്പോൾ മേടിച്ചിട്ട് വരും. അപ്പോൾ ഏട്ടൻ വന്നു. അപ്പം ഇനി ഏട്ടൻ എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കണേ നമുക്ക് നോക്കി നോക്കാം. ഏട്ടൻ എന്തോ പപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കൊണ്ടുവന്നേക്കണേ നോക്കാം. സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. ഗൈസ്, പപ്സ്, ചൂട് പപ്സാണ്. സൂപ്പർ. അങ്ങനെ ഏട്ടൻ പണി മാറ്റി വരുമ്പോൾ നല്ല ചൂട് കടികളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഇന്ന് പപ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ചോറൊക്കെ തിളച്ചു. ഇനി ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ അപ്പം മോരുകറി വെക്കാനായിട്ട് കുമ്പളങ്ങയും മോരും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മോരുകറിക്കൊക്കെ ഇന്ന് അരിഞ്ഞ് മോരുകറി റെഡിയായി. ഞാനത് ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ചുമ്മാ ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയും സോയാബീൻ വറക്കുന്നതും മോര് കൂട്ടാനൊക്കെ ഷോർട്സ് വീഡിയോ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഇവിടെ ഒതുക്കി ഫുള്ളും വൃത്തിയാക്കി ഇനി കുറച്ച് നേരം കിടക്കും. ആദ്യമൊക്കെ ക്ലീനാക്കി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഈവനിങ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ.